ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേർണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ സമയം മാറുവാൻ പോവുകയാണ്. അപ്പോൾ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് നമുക്ക് റീഡിങ്ങിൽ നോക്കാം. ഇവിടെ കാറ്റിനെ നിങ്ങൾ കാണുന്നത് ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയെക്കുറിച്ചാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാറ്റിനെ നിങ്ങളുടെ വീട്ടിൽ കണ്ടു കാണും, അല്ലെങ്കിൽ പുറത്ത് നിങ്ങൾ പോയപ്പോൾ കാറ്റിനെ കണ്ടിട്ടുണ്ടാകും. കാറ്റിൻ്റെ എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് റെസൊനേറ്റ് ആകുന്നുണ്ട് ഈ ദിവസങ്ങളിൽ. ഇനി നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ കൂടുതലായിട്ട് മിണ്ടാതിരിക്കും. എത്രത്തോളം വർക്ക് അത്രത്തോളം സംസാരം, അതുമാത്രം മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ശാന്തമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറച്ച് ശബ്ദം മാത്രം മതി, പക്ഷേ നിങ്ങൾ പറയുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് പ്രഭാവം ചെലുത്തും. ഇവിടെ നിങ്ങൾ നിങ്ങളെ മൂല്യാങ്കനം ചെയ്യുന്നത്, നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നത്, അതിലേക്ക് കൂടുതലായിട്ട് സമയം കൊണ്ട് ഒത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എന്തിനാവശ്യമില്ല മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്, അതിനെക്കാട്ടി എൻ്റെ കാര്യങ്ങളിൽ എന്താണ് എനിക്ക് ചെയ്യേണ്ടത്, എൻ്റെ ഫോക്കസ് എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത്, അതിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട്. അതായത് മനസ്സ് ഏകാഗ്രമാകുന്നില്ല. മനസ്സിങ്ങനെ വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഒരിടത്ത് സ്ഥിരമായിട്ട് നിൽക്കാതെ. ഇവിടെ നിങ്ങൾ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തും അച്ചീവ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നിങ്ങളെക്കൊണ്ട് ഫോക്കസ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ആരോ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കുന്നു. ഇവിടെ ബ്ലാക്ക് ഓർ വൈറ്റ് കോമ്പിനേഷൻ കാറ്റ് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഫോക്കസിലേക്ക് വരാൻ സാധിക്കും, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക്. അതാണ് ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ കാറ്റ് നിങ്ങൾ കാണുന്നത്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളെ അവലോകനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇന്ന ആളാണ് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വയ്ക്കണം, അവരുമായിട്ട് അധികം സംസാരം വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പകുതി വിഷമവും കുറയുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും മോശം സ്വഭാവമായിരിക്കാം നിങ്ങളുടെ ലൈഫിനെ തന്നെ സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു മോശ സ്വഭാവം എന്താണോ അത് നിങ്ങൾ ത്യജിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തൊക്കെ കാര്യത്തിലാണോ മാറ്റം ഉണ്ടാകുന്നത് അതനുസരിച്ച് ഓരോ കാര്യങ്ങളും നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു എനർജി വളരെ പ്രാക്ടിക്കലായിട്ടുള്ള എനർജിയാണ്. ഓരോ വ്യക്തിയിലും ഈ ഒരു എനർജി വരേണ്ടതാണ്, എങ്കിൽ മാത്രമേ അവർ അവരുടെ ലൈഫിനെ നേരെയാക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ 100% കൊടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജിയുടെ പ്രഭാവം നിങ്ങൾക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും, നിങ്ങളുടെ ഭാഗത്ത് എവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവലോകനം ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസിൽ വളരെയധികം സന്തുഷ്ടരാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളിൽ പോസിറ്റിവിറ്റി ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ കൂടെ ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം അവർ പറയത്തില്ലേ നെഗറ്റീവായിട്ടുള്ള സംസാരം വേണ്ടെന്ന്, അതേപോലെ നിങ്ങളും അവരോട് പറയും നെഗറ്റീവ് വാക്കുകൾ പറയുന്ന നിർത്തൂ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറയും. ഇവിടെ ഈ ഒരു റീഡിങ് എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ തൊട്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ നല്ലൊരു പരിവർത്തനം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കുറയ്ക്കും. അതായത് നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ പറയത്തേ ഇല്ല, പോസിറ്റീവായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും പറയുന്നത്. ഇനി നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോട്, നെഗറ്റീവായിട്ടുള്ള ഊർജ്ജയോട് നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വം ഒരിക്കലും സംസാരിക്കാൻ ആഗ്രഹിക്കത്തില്ല, അവരോട് ഒരു ഡിസ്റ്റൻസ് വയ്ക്കും നിങ്ങൾ. ഇവിടെ ഇനി നിങ്ങളുടെ ഊർജ്ജം എപ്പോഴും പോസിറ്റിവിറ്റിയിലേക്കായിരിക്കും കൂടുതലായിട്ട് പോകുന്നത്, നെഗറ്റിവിറ്റിയിലേക്ക് പോകത്തില്ല. ഇവിടെ നിങ്ങളുടെ കൂടെ ആൾക്കാർ ഒത്തിരി ആർഗ്യുമെൻ്റ് ചെയ്തു, വളരെ മോശം രീതിയിൽ നിങ്ങളെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറി. ഇവിടെ മനഃപൂർവ്വം എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടി മോശം സിറ്റുവേഷൻസ് ഈ വ്യക്തികൾ ക്രിയേറ്റ് ആക്കി. അതായത് കള്ളം പറഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള മോശം സ്ഥിതികൾ ഇവർ ക്രിയേറ്റ് ആക്കി. നിങ്ങളെ തെറ്റുകാരാക്കാൻ ശ്രമിക്കുന്നു. ഇവരുടെ തെറ്റുകൾ നിങ്ങളുടെ തലയിൽ വച്ചിട്ട് നിങ്ങളെ തെറ്റുകാരാക്കാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് മോശം സ്ഥിതികൾ നിങ്ങളെ പെടുത്താൻ ശ്രമിക്കുന്നു ഇവർ. ഇവിടെ ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങളുടെ ഭാഗത്ത് തെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റുകാരാക്കാൻ ഇവർ ശ്രമിക്കുന്നു. ഇവിടെ ഒരു വ്യക്തികളാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കൂട്ടം ആൾക്കാർ മനഃപൂർവ്വമായിട്ട് ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ട് ആ വ്യക്തി മോശമാണെന്ന് പറയുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനൊരു അവസ്ഥയിൽ വരെ നിങ്ങളെ ആക്കി ഇവർ.
ഇവിടെ നിങ്ങൾ അവലോകനം ചെയ്ത് നോക്കൂ. അപ്പോൾ മനസ്സിലാവും. കുറേ വ്യക്തികൾ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുകയാണ്, നിങ്ങൾ തെറ്റുകാരാണ് എന്ന്. അപ്പോൾ നിങ്ങൾ അവലോകനം ചെയ്യൂ. അപ്പോൾ ഈ വ്യക്തികളുമായിട്ട് ഇനിയും ഒരു ബന്ധം വയ്ക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളോട് ക്ഷമിച്ച് വീണ്ടും മിണ്ടാൻ പോകും. അങ്ങനെ വേണ്ട. ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ നിങ്ങൾ തെറ്റുകാരാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു. നിങ്ങളോട് ആരെങ്കിലും കള്ളം പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ പോലും നിങ്ങൾ അവരോടൊന്നും പറയത്തില്ല, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസിലൂടെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നവരെക്കുറിച്ച്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിനറിയാം. അതനുസരിച്ചാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുക. ആ ഒരു അവസ്ഥയിൽ വരെ നിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ജീവിതം ഒരിക്കലും മോശമാവാൻ പാടില്ല. നിങ്ങളുടെ ആ ഒരു ലാസ്റ്റത്തെ ആ തീരുമാനം എടുക്കുമ്പോൾ അതിന് വേണ്ടിയുള്ള ആ ഒരു ഇതിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അതായത് ഇങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അതായത് എൻ്റെ ജീവിതത്തിൽ അവസാനത്തെ തീരുമാനം ഞാൻ എടുക്കാൻ പോവുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ രീതിയിൽ ഈ വ്യക്തികൾ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ ലൈഫിൽ ആ മോശം സിറ്റുവേഷൻസ് ക്രിയേറ്റ് ആക്കി നിങ്ങൾ ആ ഒരു അവസ്ഥയിൽ എത്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു അവസ്ഥയിൽ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയിലാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ചുറ്റിലും ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കുള്ളാട്ടും സ്നേഹം ഭദ്രകാളി അമ്മയോടും ശ്രീകൃഷ്ണ ഭഗവാനോടും തോന്നുന്നത്. കാരണം അവർ നിങ്ങളെ രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ട്, ഇങ്ങനെയുള്ള മോശം ശക്തികളിൽ നിന്നും മോശം ആൾക്കാരിൽ നിന്നും. ഇവിടെ നമ്മുടെ ഭാഗത്ത് എത്ര തന്നെ സത്യസന്ധത ഉണ്ടെങ്കിലും ഒരു കപട സ്വഭാവമുള്ള വ്യക്തിക്ക് അവർ പറയുന്നത് പോലെ അതേ നാണയത്തിൽ തിരിച്ചു പറയാൻ നമ്മളെക്കൊണ്ട് സാധിക്കത്തില്ല. കാരണം നമ്മൾ സത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുന്നവരാണ്, അവർ അസത്യത്തിൻ്റെ മാർഗത്തിൽ കൂടെ പോകുന്നവരാണ്. ഇവിടെ എന്തായാലും ദൈവത്തിൻ്റെ ആ ഒരു യോജന നിങ്ങൾക്ക് വേണ്ടി നല്ലതായിട്ടാണ് പോകുന്നത്. ഇവരെത്ര തന്നെ ഇവരുടെ ബുദ്ധി പ്രയോഗിച്ചാലും ദൈവം തീരുമാനിക്കുന്നതേ നടക്കത്തുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു ബുദ്ധി എന്താണ് എന്ന് ദൈവത്തിനറിയാം. ആ ബുദ്ധി അനുസരിച്ച് നിങ്ങൾ ഈ വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ബുദ്ധിയുടെ ആധാരത്തിൽ തിരികെ മറുപടി കൊടുക്കുന്നതാണ്. ഇവിടെ ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പല ആൾക്കാരുടെയും കള്ളത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾ പല ആൾക്കാരുടെയും സ്വഭാവം മനസ്സിലാക്കിയവരാണ്. കാരണം നിങ്ങൾ അത്രമാത്രം ഒബ്സർവ് ചെയ്യുന്നുണ്ട് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ ഉള്ളിൽ ഉള്ളത് എന്ന്. നിങ്ങൾ ഒരിക്കലും ആർഗ്യുമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള വ്യക്തികളുടെ നേരെ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഫിനിക്സിൻ്റെ ആ ഒരു എനർജിയാണ്, വളരെ നല്ലൊരു എനർജിയാണ് ഇത്. ഈ ഒരു എനർജി ഫിനിക്സിൻ്റെ എനർജി എന്ന് ഞാൻ പറയാൻ കാരണം ഈ ഒരു എനർജിയിൽ സാഹസികത നല്ല രീതിയിലുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഒരു മിറാക്കിളിന് തുല്യമായിട്ടുള്ള ഒരു എനർജിയാണ്. സാഹസികതയുണ്ട്, ബുദ്ധിയുണ്ട്, ഏത് സാഹചര്യവും നേരിടാനുള്ള ശക്തിയുണ്ട്. അതായത് നിങ്ങൾ പോലെയുള്ള എനർജിയിലുള്ള ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കുമെന്ന് ആരെങ്കിലും പറയണമെങ്കിൽ അത് സംഭവിക്കുന്നവരെ വെയിറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം 100% നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നിങ്ങൾ പ്രയോഗിക്കും. ഇവർ ഒരിക്കലും ഇവരുടെ ഭാഗ്യത്തെ മാറ്റാൻ ശ്രമിക്കത്തില്ല. ഇവരുടെ കർമ്മം അത് നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകും. അതായത് നല്ല രീതിയിൽ കർമ്മത്തെ നിങ്ങൾ കൊണ്ടുപോകും. അതായത് ഒരു വ്യക്തിയുടെ കർമ്മം ഇത്രത്തോളം പവിത്രമാണെങ്കിൽ അവർക്ക് പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ദൈവം അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നുള്ള ചിന്താഗതിയിൽ കൂടെ മുന്നോട്ട് പോകുന്ന ആളാണ് നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള പ്രതീക്ഷയോടെ ഇരിക്കത്തില്ല. സമയം എപ്പോഴാണോ നല്ലതായിട്ട് വരുന്നത് അതുവരെ ഞാൻ കാത്തിരിക്കുക, അങ്ങനെ ജീവിക്കത്തില്ല. എൻ്റെ ഭാഗ്യത്തെ പോലും മാറ്റാൻ എൻ്റെ കർമ്മത്തിനാകും എന്ന് ചിന്തിക്കുന്ന ആളാണ് നിങ്ങൾ. ഇനി ആ ഒരു ഫിനിക്സിനെ പോലുള്ള ആ ഒരു എനർജി നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ സാഹസികതയിൽ വെറുതെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്കൊരിക്കലും ഈ ഒരു കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവത്തില്ല. അതായത് ആര് നിങ്ങളുടെ കൂടെ ഉണ്ട്, ആര് നിങ്ങളുടെ കൂടെ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു പേടി ഉണ്ടാവത്തില്ല. ഇനി നിങ്ങൾ തെറ്റായ ആൾക്കാരുടെ കൂടെ ഒരിക്കലും ബന്ധം വയ്ക്കത്തില്ല. ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളെ വിട്ട് പോകുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നു, ഇങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ ലൈഫിൽ നിന്ന് പോയല്ലോ എന്ന്. ഇനി നിങ്ങളുടെ ആ ഒരു ഊർജ്ജം വളരെ പ്രാക്ടിക്കലായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ഇമോഷൻസ് ഒരു ഹൈ പ്രീസ്റ്റ് പോലുള്ള ആ ഒരു എനർജിയിലായിരിക്കും ഉണ്ടാവുക.
ഹൈ പ്രീസ്റ്റിൻ്റെ ആ ഒരു സഹനശക്തി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ശക്തമായിട്ടുള്ള ഒരു സഹനശക്തിയാണ്. ആ സഹനശക്തി നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ഈ രീതിയിൽ മാറുമ്പോൾ നിങ്ങൾ ഈ ഒരു ഊർജ്ജത്തെ മനസ്സിലാക്കണം. ഫിനിക്സ് പക്ഷി എന്ന് പറയുന്നത് ഒരു തീയിൽ നിന്ന് പറന്ന് ഉയർന്ന ഒരു പക്ഷിയാണ്. അപ്പോൾ അതേപോലൊരു എനർജി നിങ്ങളിൽ ഉണ്ടാവുകയാണ്. കൂടാതെ ഹൈ പ്രീസ്റ്റിൻ്റെ ആ ഒരു എനർജി, സഹനശക്തി, അത്രമാത്രം സഹനശക്തിയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു പരിവർത്തനം നിങ്ങൾക്കാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത് ലൈഫ് നിങ്ങളെ തോൽപ്പിച്ച് കളഞ്ഞു, തളർത്തി കളഞ്ഞു, ഇനി എനിക്കൊന്നും ബാക്കിയില്ല, അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു എനർജിയിൽ മാറുന്നതാണ്. ഈ ഒരു തളർത്തി കളഞ്ഞു എന്ന് പറഞ്ഞ എനർജിയിൽ നിന്ന് ഈ ഫിനിക്സ് പക്ഷിയുടെ എനർജിയിൽ അതിലേക്ക് മാറുന്നതാണ്. ഈ ഒരു പ്രാവശ്യത്തെ ആ ഒരു മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലൊരു മാറ്റമാണ്. കാരണം നിങ്ങൾ ഒത്തിരി തളർന്നു പോയിട്ട് ഇപ്പോൾ ന്യൂ ബിഗിനിങ് ചെയ്യാൻ പോകുന്നവരാണ്. അപ്പോൾ ആ ന്യൂ ബിഗിനിങ്ങിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം ദൈവം തരുന്നതാണ്. ഒരു വ്യക്തി ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും സ്ട്രോങ് ആയാൽ പിന്നെ ആ വ്യക്തിയെ തകർക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് നിങ്ങളെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും വളരെയധികം സ്ട്രോങ് ആക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ടായിരിക്കും ഉള്ളതായിട്ട് ചിന്തിക്കുന്നത്, ഹൃദയം കൊണ്ടായിരിക്കത്തില്ല. ഇവിടെ ഹൈ പ്രീസ്റ്റിൻ്റെ എനർജി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള എനർജിയാണ്. പക്ഷേ ഇനി നിങ്ങൾ നിങ്ങളുടെ ഇമോഷന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു സഹനശക്തിക്കാണ് നിങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. എന്തും സഹിക്കാനുള്ള കഴിവ്, എന്തും പോരാടാനുള്ള കഴിവ്, മനസ്സുകൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുക. ഹൃദയം കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആകുന്നത്. ഇവിടെ ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും ആൾക്കാർ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു പരിവർത്തനം യൂണിവേഴ്സ് കൊടുക്കുന്നത് ആ വ്യക്തിക്ക്. അതായത് നിങ്ങൾ ഇനി ഇങ്ങനെ സഹിക്കേണ്ടവരല്ല, ഇങ്ങനെ ആൾക്കാർ ചുമ്മാ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്ന സഹിക്കേണ്ടവരല്ല, നിങ്ങളിലും ഒരു ശക്തി വേണം. ആ ഒരു ശക്തിയാണ് നിങ്ങളുടെ സഹനശക്തി, പിന്നെ നിങ്ങളുടെ ആ ഒരു ഫിനിക്സ് പക്ഷിയെ പോലുള്ള സാഹസികത. ഇവിടെ ദൈവം നിങ്ങളിൽ പരിവർത്തനം കൊണ്ടുവന്നത് നിങ്ങളുടെ ഒരു വേറൊരു മുഖമുണ്ട്. ആ മുഖം അവരെല്ലാം കാണണം. ഇവിടെ നിങ്ങളുടെ മൈൻഡ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ആരോടും ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പോകരുത്. ഇവിടെ പുതിയ ഒരു കാറ് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അതിന് വേണ്ടിയുള്ള യോഗങ്ങൾ നിങ്ങൾക്ക് ആയി കഴിഞ്ഞു. അപ്പോൾ അത് നല്ല സമയമാകുമ്പോഴാണ് നമുക്ക് അതിനുള്ള പൈസ നമ്മുടെ കയ്യിലെത്തുകയും നമ്മൾ ആ കാർ വാങ്ങിക്കുകയും ചെയ്യുന്നത്. അതിനുള്ള യോഗങ്ങൾ നിങ്ങൾക്ക് റെഡിയായി വരികയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തോ ഒരു ഉപായം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന ദിവസം. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പല ഉപായങ്ങളും ചെയ്യുന്നു, പല കാര്യങ്ങളും നേരെയാക്കാൻ വേണ്ടി. പക്ഷെ അതൊന്നും നടക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. ഒന്നുകിൽ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിനൊക്കെ നിങ്ങൾ ഉപായങ്ങൾ ചെയ്യുന്നുണ്ട്. ചില സമയം നിങ്ങളുടെ ഗ്രഹനില കൊണ്ടുവന്ന് ജ്യോത്സ്യനെ കാണിക്കും, അല്ലെങ്കിൽ ടാരോ റീഡിംഗ് നിങ്ങൾ നോക്കും. 10 രീതിയിലുള്ള ഉപായങ്ങൾ ചെയ്തിട്ട് പോലും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്നില്ല. ഇതാണ് ഇത്രയും കാലം നിങ്ങൾ ഫേസ് ചെയ്ത പ്രശ്നം. പക്ഷേ ഇനി നിങ്ങൾക്ക് എന്ത് ഉപായമാണോ നിങ്ങൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആകും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എന്തോ ഒരു ഉപായം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതാണ്, അത് നിങ്ങൾക്ക് വളരെയധികം നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും, ഈ ഒരു ഉപായം ചെയ്തതുകൊണ്ട് എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നല്ലതായി മാറി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തോന്നും. ഇവിടെ എന്തോ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കാറ് നിങ്ങൾ പർച്ചേസ് ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു പർച്ചേസാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇല്ല എങ്കിൽ വീട്, എന്തെങ്കിലും സ്ഥലം, അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ പോകുന്നതായിട്ട്. ഇവിടെ എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ പൈസ തന്നെ നിങ്ങൾ മറ്റൊരാൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ നെഗറ്റിവിറ്റിയിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള വഴിയും നിങ്ങൾ തേടിപ്പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ ഡയറക്ഷൻ അത് നേരെയാക്കാൻ വേണ്ടിയും നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഡയറക്ഷൻ, നല്ല ഒരു ഡയറക്ഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇവിടെ വരാൻ പോകുന്ന സമയം ക്ലിയർ കട്ടായിട്ടുള്ള ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. നല്ല ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു വച്ചിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനവും ആ ഒരു കർമ്മയും ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിയിൽ നിന്ന് സ്വയം പുറത്തു വരാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്.
ഇവിടെ നെഗറ്റിവിറ്റിയെ ഇല്ലാതാക്കിയിട്ട് ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എനിക്ക് നെഗറ്റിവിറ്റിയിൽ ഇരിക്കാൻ താല്പര്യമില്ല, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെ. ഇവിടെ ആരെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യം സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു കാര്യത്തെ മാറ്റി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറച്ച് സന്തോഷമായിട്ടിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ മാറ്റം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആർക്കാണോ ഇമ്പോസിബിളായിട്ടുള്ള കാര്യം, അതായത് ഒരു വ്യക്തി പറയണേ എനിക്കിത് ഇമ്പോസിബിളാണ്, അപ്പോൾ ഒരു വ്യക്തി എണീച്ച് പറയുകയാണ് എനിക്കിത് പോസിബിളാണ്, അങ്ങനെ ഒരു വ്യക്തിത്വമായിരിക്കും നിങ്ങളുടേത്. ഇനി അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെടൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഒറ്റപ്പെടൽ ഉറപ്പായിട്ടും മാറുന്നതാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം നിങ്ങളുടെ സിറ്റുവേഷൻസ് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് മോശം സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാവുന്നത്. അപ്പോൾ അതിൽ ഒരു മാറ്റം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം ആരുമായിട്ടും ഷെയർ ചെയ്യത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്കും സ്ട്രോങ് പേഴ്സണാലിറ്റിയായി നിങ്ങൾ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പെയിനിനോട് സ്വയം ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദുഃഖത്തെ ആരുമായിട്ട് ഷെയർ ചെയ്യേണ്ട എന്നാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഇവിടെ നിങ്ങളെ തന്നെ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവത്തെ തന്നെ നിങ്ങൾ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഫിനിക്സ് പക്ഷിയെ പോലെ നിങ്ങളെ ദൈവം ഒരു പ്രാവശ്യം തകർത്തിട്ട് പിന്നെയാണ് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. ആ ഒരു ഉയർത്തെഴുന്നേൽക്കലിൽ എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദൈവം മാറ്റി വച്ചിട്ടുണ്ട്. ആ ഓരോ മാറ്റങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജിയിൽ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ ആ ഒരു സ്ട്രോങ്നെസ്, സാഹസികത എല്ലാം. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കേട്ടിട്ടും വീണ്ടും പ്രശ്നങ്ങളാണെന്ന് തോന്നുകയാണെങ്കിൽ 10 മിനിറ്റെങ്കിലും ആകാശത്തിന് താഴെ ഇരിക്കുക. നിങ്ങൾക്ക് ടെറസ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുക, അല്ല എങ്കിൽ മുറ്റത്ത് ആകാശത്തിന് കീഴെ മുറ്റത്തിരിക്കുക. 10 മിനിറ്റ് ഇരുന്നാൽ മതി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവം മാറ്റിത്തരുന്നതാണ്. കാരണം ദൈവത്തിന് മുകളിലോട്ട് ആ ആകാശത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒത്തിരി പോസിറ്റിവിറ്റി ലഭിക്കും. നമ്മളെ ആരും അവിടെ നിന്ന് നോക്കുന്നത് പോലെ നമുക്ക് തോന്നും. കാരണം ഞാൻ അങ്ങനെയാണ് ഒരു മാനസികമായിട്ടൊരു ശാന്തി എനിക്ക് കിട്ടുന്നത്. കാരണം ഞാൻ എപ്പോഴൊക്കെ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ 10-15 മിനിറ്റ് ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് ആകാശത്തിൽ നോക്കി ഇങ്ങനെ നിൽക്കും. അപ്പോൾ എനിക്കെന്തോ അവിടെ നിന്ന് ആരും എന്നെ നോക്കുന്ന പോലെ, എനിക്കൊരു പ്രൊട്ടക്ഷൻ അവിടെ നിന്ന് കിട്ടുന്നത് പോലെ അങ്ങനെ എനിക്ക് ഫീലാകും. നിങ്ങളും അത് ചെയ്ത് നോക്കൂ. ഇനി ഇതും പറ്റുന്നില്ലെങ്കിൽ ഈശോൻ്റെ മുമ്പിൽ കൈകൂപ്പി ഇരിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നത് കാണാൻ പറ്റും. കാരണം നിങ്ങളുടെ വിഷമങ്ങളാണ് കണ്ണുനീരായിട്ട് പൊഴിയുന്നത്. ഇല്ല എങ്കിൽ ഈശോനോട് നിങ്ങൾ പറയുക, എൻ്റെ ഈ ഒരു പ്രശ്നം മാറ്റിത്തരണം ദൈവമേ എന്നുള്ള രീതിയിൽ പറയുക. ഇവിടെ നിങ്ങൾക്കൊരിക്കലും ഒറ്റപ്പെടൽ അങ്ങനെ തോന്നരുത്. എപ്പോഴും നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടുവരിക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങൾ നെഗറ്റിവിറ്റിയിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്തു വരാൻ ശ്രമിക്കുക. ഒരു രീതിയിലുമുള്ള ട്രാപ്പിൽ നിങ്ങൾ അകപ്പെട്ട് പോകരുത് ആരുടെയും. ചിലപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ഓർ വൈറ്റ് ഫെദർ കാണാൻ സാധിക്കുന്നുണ്ടാകും. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നേരെ എന്തെങ്കിലും ട്രാപ്പ് വരുന്നുണ്ട്, അതിൽ നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ്. ഇവിടെ നിങ്ങൾ കാരണമാണ് എല്ലാം മോശമാകുന്നത് എന്ന് ആരെങ്കിലും നിങ്ങളോട് പറയും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അവർ പറയുന്നത് നിങ്ങൾ കേട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആരെങ്കിലും നിങ്ങളെ മോശം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പറയാൻ വാക്കുകളില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പറയുക. ദൈവമേ അങ്ങേക്ക് അറിയാമല്ലോ എൻ്റെ ഭാഗത്ത് എത്രമാത്രം ന്യായമുണ്ട് എന്ന് മാത്രം പറയുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ വളരെ തളർന്നിരിക്കുന്ന അവസ്ഥ, ആരോടും ആർഗ്യുമെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയാണ് എനിക്ക് ഫീലാകുന്നത് നിങ്ങളുടെ എനർജി. ഇവിടെ ഒരു വ്യക്തി നിങ്ങളെ മോശക്കാരിയാണ്, നിങ്ങൾ മോശമാണ് എന്ന് പറയണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തുമാത്രം സ്ട്രഗിൾ അനുഭവിച്ചെന്ന് നിങ്ങൾക്കറിയില്ല, അത് മാത്രം മതി. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഊർജ്ജത്തിൽ തന്നെ ഇരിക്കണം. കാരണം സത്യം എന്താണെന്ന് ഈശ്വരന് നിങ്ങൾക്കും അറിയാം, അത് മാത്രം മതി. ഇവിടെ സത്യം പവിത്രമാണ്. ഒരു വ്യക്തി നമുക്ക് വാല്യൂ തരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വാല്യൂ കൊടുക്കുക. ഇവിടെ 1001ൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുകയാണ്. ചില മോശമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ നേരെ കണ്ണ് വയ്ക്കുന്നുണ്ട്, അത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ നല്ല പവിത്രമാക്കി വയ്ക്കാൻ ശ്രമിക്കുക. ആരോടും ആർഗ്യുമെൻറ്റിന് പോകണ്ട. കാരണം ദൈവം നിങ്ങൾക്കൊരു പുതിയ തുടക്കം തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആൾക്കാരുടെ വാക്കുകളിൽ വിശ്വസിച്ച് വീണ്ടും തെറ്റായ കർമ്മം ചെയ്യാൻ പാടില്ല. ഇവിടെ 141441 അല്ലെങ്കിൽ 14441 ഈ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ ലൈഫിൽ ബെസ്റ്റായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് എന്ന്. ഇവിടെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ടുള്ള എന്താണോ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു സമയം മാറ്റിത്തരുന്നതാണ്. എന്ത് കാര്യത്തിൻ്റെ കുറവാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നത് അത് മാറ്റി ആ കുറവ് നികത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്ന ഈ ഒരു സമയം. ഇവിടെ ഓരോ സമയവും ആൾക്കാർ നിങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. പക്ഷെ നിങ്ങളുടേതായ ഒരു സമയം വരും. അപ്പോൾ ആ ഒരു സമയം വരുമ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലതായിട്ട് ഭവിക്കുമ്പോൾ ഒരിക്കലും അഹങ്കാരം ഷോ ചെയ്യാൻ പാടില്ല. എന്നെക്കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമല്ല ഇനി ഈ ഭൂമിയിൽ. അങ്ങനെയൊന്നും ഒരു അഹങ്കാര രീതിയിലുള്ള വർത്താനമോ ഒന്നും നിങ്ങൾ ഷോ ചെയ്യാനോ പാടില്ല. മറിച്ച് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക. ദൈവമേ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റിയതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ്. എന്തൊക്കെ സന്തോഷമാണോ എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന ആ സന്തോഷമെല്ലാം എനിക്ക് ദൈവം തന്നതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് നന്ദി പറയുക. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒറ്റപ്പെടൽ തോന്നത്തില്ല. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് ദൈവം പൂർത്തിയാക്കി തരുമ്പോൾ നിങ്ങൾക്കൊരിക്കലും ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരത്തില്ല. അതായത് ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് സമയം നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ആഗ്രഹിച്ചതിനപ്പുറം എൻ്റെ ദൈവം എനിക്ക് തന്നല്ലോ, താങ്ക് യു സോ മച്ച് ദൈവമേ എന്ന് പറയും. ഇവിടെ ദൈവം നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. ഇവിടെ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആവുന്നതായിട്ടും നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം നിങ്ങൾക്ക് തരുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങൾക്ക് എന്തൊക്കെയാണ് തരാൻ പോകുന്നത്, നിങ്ങളുടെ ആ ഒരു സമയം മാറാൻ പോകുകയാണ്. ആ ഒരു സമയം നിങ്ങളെ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ ഒരു കാര്യം അവയർനെസ് വയ്ക്കുക. ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. അവരെ ഒന്ന് ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.